അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 90കളിലെ പുതിയാപ്പിളമാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ റെഡിയാക്കുന്നത് കല്ലുമ്മക്കായാണ്. കല്ലുമ്മക്കായ്ക്ക് വേണ്ടിക്ക് അരി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ, ഏത് അരിയാലും കുഴപ്പമില്ല. ഇളം ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ കുതിർത്ത് വെക്കുക. അതേ അളവിൽ തന്നെ പച്ചരിയും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം 1 കപ്പ് പുഴുങ്ങലരി എടുക്കുന്നെങ്കിൽ 1 കപ്പ് പച്ചരി സെയിം ഒരേ അളവിലാണ്. പിന്നെ കല്ലുമ്മക്കായൻ്റെ റെസിപ്പി വീഡിയോ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർ ഇർഫാന ഷംഷീർ കല്ലുമ്മക്കായ റെസിപ്പി വീഡിയോ ഒന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി, 3 പച്ചമുളക്, 3-4 പച്ചമുളക്, കുറച്ചധികം കറിവേപ്പില, 2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയാണ്. പിന്നെ ഇതിലേക്ക് വലിയ ജീരകവും തേങ്ങയും കൂടി വേണം കേട്ടോ. പിന്നെ ഞാൻ തേങ്ങ ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഞാൻ അവസാനം ഒന്ന് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അരമുറി തേങ്ങ ചിരവിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ അരക്കുന്ന ടൈമിൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നിറയെ വലിയ ജീരകില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടിയിലും ചേർത്ത് കൊടുക്കുന്നത് കാണലുണ്ട്, പക്ഷേ ടേസ്റ്റേ മാറും കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്ക്, അടിപൊളി ടേസ്റ്റാണ്. കല്ലുമ്മക്കായക്ക് തട്ടടയിൽ കിട്ടുന്നതിലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കല്ലുമ്മക്കായ ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര്, അന്നേരം ഞാൻ 1 വർഷങ്ങാനും ഈ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ചെയ്യാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കാം. പിന്നെ ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് തരിതരിപ്പോടുകൂടി അരച്ചെടുക്കണം കേട്ടോ. നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞാൽ കല്ലുമ്മക്കായ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതായിട്ട് ഇങ്ങനെ പൊടിയായ രീതിയിൽ കിട്ടുന്ന രീതിയിലല്ലേ ടേസ്റ്റ് ഉണ്ടാവുക കല്ലുമ്മക്കായ കഴിക്കുമ്പം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടി പിടിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും കേട്ടോ. പിന്നെ ഈസി ആയിട്ടുള്ള അരി ചേർക്കാണ്ടെല്ലാം ഉണ്ടാക്കുക, പക്ഷേ അതൊരുമാതിരി എന്താ പറയുക, ഒരു ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പായിരിക്കും. ഇതാകുമ്പോൾ നല്ല തരിതരിപ്പോടുകൂടി കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്, പത്തിരിപ്പൊടിയാണ്. ഈ പത്തിരിപ്പൊടിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതും ഇർഫാന ഷംഷീർ പത്തിരിപ്പൊടി റെസിപ്പി വീഡിയോ ഒന്ന് ടൈപ്പ് ചെയ്തതിനാലും കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് പത്തിരിപ്പൊടിയായാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇത് കൈവച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇതിലേക്ക് അരക്കുന്ന ടൈമിൽ ഞാൻ തേങ്ങ ചേർക്കാൻ മറന്നുപോയിട്ടുണ്ടെന്ന്. എന്നിട്ട് കുഴച്ച് എടുത്ത ശേഷം എന്നിട്ടാ എനിക്ക് ഓർമ്മ വന്ന തേങ്ങ ചേർത്തിട്ടില്ലാന്ന്. മൊത്തം തിരക്കുള്ള ദിവസവും അന്ന് ഉണ്ടായിട്ടുണ്ടായിന്, അതുകൊണ്ടാണ് തേങ്ങ ചേർക്കാൻ മറന്നുപോയേ. ഞാനിപ്പോൾ അരമുറി തേങ്ങ ചിരവിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ് കേട്ടോ. നമ്മൾ തരിതരിപ്പോട് കൂടിയല്ല അരി ചേർത്ത് കൊടുത്തേ, അതുകൊണ്ട് അതേ രീതിയിൽ തന്നെ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഇനി എല്ലാം കൂടി കുഴച്ചെടുക്കലാണ്. ഇതിപ്പം തേങ്ങ നിങ്ങൾ ലാസ്റ്റ് അല്ല കേട്ടോ ചേർത്ത് കൊടുക്കേണ്ട, അരി അരക്കുന്ന ടൈം തന്നെ തേങ്ങയും കൂടി അരച്ചെടുത്താൽ മതി. ഞാനിപ്പം മറന്നുപോയോണ്ടാണ് വീണ്ടും പറയാൻ കാര്യം, മനസ്സിലാവാത്തവർക്ക് വേണ്ടിക്കാണ് കേട്ടോ. എന്നിട്ട് കൈവച്ചിട്ട് നല്ലോണം പ്രസ്സാക്കിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു മാവിലെ സ്പെഷ്യൽ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ മല്ലിപ്പൊടിയെല്ലാം ചേർത്ത് കഴിഞ്ഞാലില്ലേ ടേസ്റ്റേ ഉണ്ടാവില്ല. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. ഇനിയിപ്പോൾ കല്ലുമ്മക്കായൻ്റെ ഉള്ളിലുള്ള ഒരു പാമ്പൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതെല്ലാം ഞാൻ കളഞ്ഞിട്ട് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അത് കളയുന്നതും എല്ലാം കാണിക്കുന്നുണ്ട്. വേണമെന്നുള്ളവർ ചെക്ക് ചെയ്തോ കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കല്ലുമ്മക്കായ അരി നിറച്ച് കൊടുക്കലാണ്. അരി നിറക്കുമ്പം പുറത്തൊന്നാണ്ട് നല്ല ഷേപ്പിൽ തന്നെ നിറച്ചെടുക്കാനായി ശ്രദ്ധിക്കുക. എന്നിട്ടിത് 20 മിനിറ്റ് വേവിച്ചെടുക്കുക. ആവിത്തട്ടിലിട്ടിട്ട് ആവിപാത്രയില്ലേ സ്റ്റീം ചെയ്ത് 20 മിനിറ്റിന് ശേഷം നമ്മുടെ കല്ലുമ്മക്കായ നല്ലോണം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓപ്പണാക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലല്ലേ, ഇത് ഉണ്ടാക്കി നോക്കുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഇനി തണിയാൻ വേണ്ടിക്ക് ഞാൻ തടുപ്പയിൽ ഇട്ട് കൊടുക്കലാണ്. കഴിഞ്ഞ വീഡിയോയിൽ തൻ്റെ പച്ച തടുപ്പല്ലേ പണ്ട് യൂസ് ചെയ്ത് അത് പോയോ എന്നല്ല ചോദിച്ചിട്ടുണ്ടായിനി. ഇല്ല കേട്ടോ, അതുണ്ട്. കമൻറ്റിൽ എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കും കേട്ടോ. ഞാൻ ആദ്യം പച്ചത്തടുപ്പല്ലേ കുറേ വർഷം യൂസ് ചെയ്തിട്ടുണ്ടായിനി. ഇതിപ്പം ഗോൾഡൻ കളർ കണ്ടേരം അതെനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ, നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കല്ലുമ്മക്കായ വന്ന ശേഷം വേറെയും കൂടി ഞാൻ വേവിക്കാൻ വെച്ച് കൊടുക്കലാണ്. ഈ കല്ലുമ്മക്കായലില്ലേ ഒരു 20 മിനിറ്റ് വെന്ത ശേഷം ഒന്ന് തണിയാൻ വേണ്ടിക്ക് വെക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു ഷെല്ല് അടർത്തിയെടുക്കാൻ പറ്റുക. ഞാനിതാ കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളുത്തുള്ളിയും എന്താ പറയുക കറിവേപ്പിലയും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തണിഞ്ഞ് വന്ന കല്ലുമ്മക്കായൻ്റെ ആ ഒരു ഷെല്ലുണ്ടാവില്ലേ അത് കളഞ്ഞെടുക്കലാണ്. ഇത് കുട്ടികളെല്ലാം ആകുമ്പോൾ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ പറ്റും. പിന്നെന്താ നല്ല എരിവിൽ പൊരിച്ചിട്ട് കഴിക്കാനാണ് ഈ ഒരു കല്ലുമ്മക്കായ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമ്മുടെ കണ്ണൂർ ഭാഗത്തിൽ
തട്ടുകടയിലെല്ലാം കിട്ടുന്ന എന്താ പറയുക, തട്ടുകടയിലെല്ലാം ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കല്ലുമ്മക്കായ. പക്ഷെ അതിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്ക്. ഉൾഭാഗത്തെല്ലാം നല്ല തരിതരിപ്പോടുകൂടി അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. നമ്മളിപ്പം പുറത്തുനിന്ന് മാത്രം കല്ലുമ്മക്കായ വാങ്ങി കഴിച്ചവർ ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ആ ടേസ്റ്റിൻ്റെ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. സാധാരണ പുറത്തുനിന്ന് കഴിക്കുന്ന കല്ലുമ്മക്കായി നമുക്ക് അത്ര ഇഷ്ടാവില്ല. കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ആക്കി നോക്ക്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞാൻ കല്ലുമ്മക്കായിൻ്റെ റെസിപ്പി എല്ലാം ചെയ്ത് കാണിച്ചു തരാം. അവരിപ്പം സെയിൽ ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ വാങ്ങുന്നുണ്ട് എന്നെല്ലാം കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിന് കേട്ടോ. 1-1.5 വർഷം മുന്നേ ഉള്ള കമൻറ്റാണ് ആ കാര്യം എന്നിട്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ പണ്ട് ചെയ്ത റെസിപ്പിയാണിത്. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ഈ ഒരു മുളകിൽ മിക്സ് ആക്കിയിട്ട്, മുളക് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് പാം ഓയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കല്ലുമ്മക്കായ തട്ടുകടയിലെല്ലാം ഫ്രൈ ആക്കുക. ഏത് ഓയിലായാലും കുഴപ്പമില്ല. പിന്നെ ചൂട് കട്ടനോടൊപ്പം എല്ലാന്നുണ്ടെങ്കിൽ പാൽ ചായ, എന്താ പറയുക, ചായയോടൊപ്പം എല്ലാം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം കല്ലുമ്മക്കായ എന്താ പറയുക, കല്ലുമ്മക്കായ ഉണ്ടാക്കും മുമ്പേ ചായയും കൂടി വെക്കണം കേട്ടോ. എന്നാലാണ് ചായൻ്റെ കൂടെ കഴിക്കാനാണ് അടിപൊളി. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. പാം ഓയിലാകുമ്പം കൂടുതൽ ടേസ്റ്റി ആവും കേട്ടോ. അതിലേക്കില്ലേ ഈ മുളകിൽ മിക്സാക്കി വെച്ച കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ഓയിൽ മതി കേട്ടോ. കുറേ ഓയിലിൽ അങ്ങനെ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മീനെല്ലാം ഫ്രൈ ആക്കൂലേ, അതുപോലെ ഫ്രൈ ആക്കിയാൽ മതി. എല്ലാ ഭാഗവും ഒരുപോലെ കുക്കായിട്ട് വന്നാൽ പാനിൽ നിന്ന് കോരി മാറ്റാം. പണ്ടല്ലേ പണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപ്പെല്ലാം പുതിയ പ്ലേറ്റ് ഉണ്ടാകുന്ന ടൈമെല്ലാം ഉണ്ടാവുന്ന ഒരു സെറ്റ് ഐറ്റംസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. കല്ലുമ്മക്കായ, ഇറച്ചിയട, കായട എന്നാണ് നമ്മൾ പറയല് ഉന്നക്കായക്ക്, കട്ട്ലറ്റ്, അങ്ങനത്തെ ഐറ്റംസാണ് പൊതുവേ ഉപ്പാക്കെല്ലാം വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ പുതിയാപ്പിളമാരെ വീട്ടിലേക്ക് കൊണ്ടുപോകില്ലേ, ഇങ്ങനത്തെ ഐറ്റംസാണ്. ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് കുറച്ചധികം വലിയ ബോക്സിലാക്കിയിട്ട് കല്ലുമ്മക്കായാലും ഒരു 4 കിലോനെല്ലാം ഉണ്ടാവും. അങ്ങനെ പൊരിച്ചിട്ട് ബോക്സിലാക്കിയിട്ടല്ലോ എന്നിട്ടാ കൊടുക്കൽ. അതിൽ കല്ലുമ്മക്കായ മാത്രമല്ല, കായട, ഇറച്ചിയട, പിന്നെന്താ അങ്ങനെ ഒരുപാട് ടൈപ്പ് കേക്ക് ഉണ്ടാവും. കുംസ് എന്ന് പറയും, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കും. പിന്നെന്താ അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. അങ്ങനെ ഒരു 5-6 സ്നാക്സ് തന്നെ ഉണ്ടാവും. അതെല്ലാം വലിയ ബോക്സിലാക്കും. ഇങ്ങനെ എന്താ പറയുക, മൊത്തത്തിൽ ബോക്സിലൊക്കെ അല്ലേ, എനിക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. കണ്ണൂരുകാരാണെങ്കിൽ അറിയാൻ പറ്റും. അങ്ങനെ ബോക്സിലാക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കലാണ് കേട്ടോ. വൈകുന്നേരം ചായക്ക് മുന്നേ എത്തിക്കും. അവരെല്ലാ വീട്ടിലേക്കും ഇങ്ങനത്തെ സ്നാക്ക് ഐറ്റംസ് എല്ലാം കൊടുക്കും, അവരെ ബന്ധു വീട്ടിലെല്ലാം. അങ്ങനെയാണ്. അന്നത്തെ ദിവസത്തിൽ നമ്മളെ വീട്ടിൽ മൊത്തം ഫാമിലീസ് ഉണ്ടാവും, എല്ലാ ആൾക്കാരും ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാം വീടെടുക്കുന്നതിന് ഉപ്പെല്ലാം പുതിയപ്പിളായിട്ട് ഉണ്ടാകുന്ന ടൈം എൻ്റെ എല്ലാം വീട്, എൻ്റെ ഒരു 11 വയസ്സ് വരെ വീട്ടിൽ കൂടുതൽ കഴിയുന്നവരെ ഇങ്ങനെ അപ്പം ചുട്ടിട്ട് കൊണ്ട് കൊടുക്കും ഉപ്പാൻ്റെ വീട്ടിലെല്ലാം. നല്ല രസമൊന്നും, ഒരു വലിയ പാർട്ടീൻ്റെ ഫീലാണ് ഉണ്ടാവുക. എല്ലാവരും വീട്ടിൽ ഒത്തുകൂടിയിട്ട് ഇങ്ങനെ എല്ലാവരും ഓരോരോ പണിയിൽ ഏർപ്പെടും. അതിന് കുറേ മുന്നെല്ലാം ഈ അച്ചപ്പം, കൊയലപ്പം, പിന്നെന്താ മണ്ട, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഒന്ന് കൊണ്ടുപോവാം. പിന്നെ ഉപ്പാൻ്റെ ടൈമെല്ലായാലും ഇങ്ങനത്തെ സ്നാക്കെല്ലാം ആയിട്ടുണ്ടായിന്. എന്താ പറയുക, 90 ആ ഒരു ടൈമെല്ലാം നല്ല രസമാണ്. നല്ല എന്താ പറയുക, വൈകുന്നേരം എല്ലാവരും കൂടിയിട്ട് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ക്ഷീണമായിട്ട് അങ്ങനെ ഒരുമിച്ച് ഇരുന്ന് ചായ എല്ലാം കുടിക്കുക, അത് നല്ലൊരു ഓർമ്മകളാണ് കേട്ടോ. അടിപൊളിയാണ്. ഇനിയിപ്പം കല്ലുമ്മക്കായി നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ വേണ്ട. കല്ലുമ്മക്കായ്ക്ക് പകരക്കാരനായിട്ടുള്ളതാണ് കൽമാസ്. അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതും നമ്മൾ ഉണ്ടാക്കുന്നതിന്. ഞാനിപ്പോൾ 3 വലിയ സൈസ് മീൻ എടുത്തിട്ടുണ്ട്. ഏത് മീൻ വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അയല വെച്ചിട്ടോ ചെമ്മീൻ വെച്ചിട്ടോ അങ്ങനെ എന്ത് വെച്ചിട്ടോ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചിക്കനാണെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടെല്ലാം ചെയ്യുക, അതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെ അല്ലേ. ഞാനിപ്പോൾ ഇതാ മുളകും ഉപ്പും കുറച്ച് വിനെഗറും മാത്രം ഒഴിച്ചിട്ട് ഈ ഒരു മീനിലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ തലേദിവസം തന്നെ പുഴുങ്ങലരിയില്ലേ, നമ്മൾ ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരി, അതൊരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിന്. കുറച്ച് പച്ചരി ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒരു 2 മണിക്കൂർ അങ്ങനെ കുതിർക്കാൻ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇതാ 1 കപ്പ് തേങ്ങയും കുറച്ചധികം കറിവേപ്പില, പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, വലിയ ജീരകയില്ലേ പെരുംജീരകം 1 ടീസ്പൂണ്,
പച്ചമുളക് 2 എല്ലാം കൂടി ചേർത്തിട്ട് ഒരു തരിതരിപ്പോടെ അരച്ചെടുക്കലാണ്. പിന്നെ ഈ ഒരു മാവ് ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കല്ലുമ്മക്കായൻ്റെ സെയിം ഇർഫാന ഷംഷീർ കല്ലുമ്മക്കായ റെസിപ്പി എന്നെല്ലാം നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഞാനിപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കണ്ണൂർ പത്തിരിപ്പൊടിയില്ലേ, പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റിയ ആ ഒരു പത്തിരിപ്പൊടിയാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ മാവ് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് നല്ലോണം പേസ്റ്റായിട്ട് അരേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു മീൻ ഫ്രൈ ആക്കിയെടുത്ത ആ ഒരു എന്താ പറയുക അതേ ഓയിലില്ലേ, അതിൽ ഞാനൊരു 5 ഉള്ളി ഇതുപോലെ വഴറ്റാനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കലാണ്. നല്ലോണം കുക്കായിട്ട് വരണ്ട. ആ ഒരു ടൈമിൽ ഇതിലേക്കില്ലേ ഒരു 5 പച്ചമുളകും ഒരു 10-12 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും കൂടി ഇട്ടിട്ട് മിക്സ് ആക്കി എടുക്കലാണ്. അതിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും റോ സ്മെല്ല് മാറിയാൽ മാത്രം ഇതിലേക്ക് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കണം, 1/2 ടീസ്പൂണ്. എന്നിട്ട് നമ്മൾ ഫ്രൈ ആക്കി വെച്ച മീനില്ലേ, അതൊന്ന് കൈവച്ചിട്ടൊന്ന് നുള്ളി എടുത്തിട്ടുണ്ട്, പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുക്കാം. നമ്മുടെ അടിപൊളി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. സെയിം ഇതുപോലെ തന്നെ നമുക്ക് ചെമ്മീൻ എല്ലാം മീൻ ബീഫ് ചിക്കൻ എല്ലാ ഐറ്റംസും വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഫ്രൈ ആക്കിയാൽ മതി. നമ്മൾ എന്താണോ എടുക്കുന്നത് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ കുഴച്ചെടുത്ത മാവില്ലേ, അരിയില്ലേ, അത് ഇതുപോലെ നമ്മൾ ഉന്നക്കായൻ്റെ എല്ലാം റെസിപ്പി ചെയ്തില്ലേ, സെയിം അതുപോലെ ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. കയ്യിൽ വെച്ചിട്ട് നല്ലോണം ക്രാക്കൊന്നും ഇല്ലാത്ത രീതിയിലൊന്ന് ഷേപ്പാക്കി എടുക്കുക. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം, വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മുടെ കൽമാസ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഒന്നുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പും കുറച്ച് വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ കല്ലുമ്മക്കായെല്ലാം പൊരിച്ചെടുക്കൂലേ, അതുപോലെ വെളുത്തുള്ളിയെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാലാണ് അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. കല്ലുമ്മക്കായെല്ലാം കിട്ടാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. കല്ലുമ്മക്കായൻ്റെ എല്ലാം ടേസ്റ്റ് തന്നെയല്ലേ ഈ ഒരു കൽമാസിന്. ഞാനിപ്പോൾ കുറച്ച് ഓയിലിൽ ഇത് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ 2 ഭാഗം ഒരുപോലെ കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പാനിൽ നിന്ന് കോരി മാറ്റാം. നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കണ്ണൂർ സ്പെഷ്യൽ കൽമാസാണ് കേട്ടോ ഇത്. നിങ്ങൾ ഇതുവരെ ട്രൈ ആക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കാം. കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് മീൻ വെച്ചിട്ടും നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ബാക്കി വന്നതിലേ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കലാണ്. ഇത് വേവിച്ചിട്ട് വേണം കേട്ടോ ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിക്ക്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള ഒരുപാട് സ്നാക്സിൻ്റെ റെസിപ്പീസ് ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റി ഒരുപാട് ചെയ്തിട്ടില്ലേ. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിന്. താങ്ക് യു സോ മച്ച്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്തോട്ടെ. കായടയാണ് ഇത്. നമ്മൾ കണ്ണൂർ ഭാഗത്ത് ഈ ഭാഗത്തിലും കായട എന്ന് പറയും. അധികം ആൾക്കാരും ഉന്നക്കായ എന്നെല്ലാം പറയുന്നേക്കാം. അപ്പോൾ കായട ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാൻ 2 കിലോ കായാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പം നല്ലോണം പഴുത്തതല്ല, അധികം പഴുക്കാത്ത ടൈപ്പ് പഴം വേണം കേട്ടോ കായടക്ക് വേണ്ടിക്ക് എടുക്കണ്ടേ. ഞാനിപ്പോൾ ഇത് കട്ടാക്കിയിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കാൻ വെക്കലാണ്. നമ്മളിപ്പം 2 കിലോന് കായാണ് എടുത്തിട്ടുള്ളത്. അതിനായിട്ട് 8 മുട്ട വേണം. അപ്പോൾ 8 മുട്ട ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ കായ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു തണ്ട് ഭാഗം ഉണ്ടാവില്ലേ, അവിടെ പച്ച കളറിൽ ഉണ്ടാവണം. നല്ലോണം പഴുക്കാത്ത പഴം വേണം, കായ് വേണം എടുക്കാൻ വേണ്ടിക്ക്. കരിമ്പോക്കൻ പഴം എന്നെല്ലാം പറയും. ഞാനിപ്പോൾ മുട്ട പൊട്ടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. മധുരത്തിന് ആവശ്യമുള്ള കുറച്ചധികം പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക. 8 മുട്ടയ്ക്ക് ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 6-7 ഏലക്കയില്ലേ, ഏലക്ക പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ ഏലക്കെല്ലാം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. പഞ്ചസാര മിക്സായി വരുന്ന രീതിയിലൊന്ന് മിക്സ് ആക്കിയെടുക്കുക. അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയിലും ചെയ്തെടുക്കാം. പക്ഷേ നമ്മുടെ കണ്ണൂർ ഈ ഭാഗത്തിൽ മുട്ട വെച്ചിട്ടുള്ള
ഉന്നക്കായ ഇല്ലാന്നുണ്ടെങ്കിൽ കായടയാണ് കേട്ടോ കൂടുതലിഷ്ടം. ഇനിയിപ്പോൾ ഇതാ ഒരു പാന് അടുപ്പിൽ വെച്ച് ഞാൻ ചൂടാക്കി എടുക്കലാണ്. അതിലേക്ക് 2-3 ടേബിൾ സ്പൂണെല്ലാം ഗീ, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഗീ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം 2 കിലോ പഴത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ തന്നെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കൈപ്പിടി നിറയെ കശുനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആകുന്നത് വരെ വറുത്തെടുക്കുക. ഇതിൽ എന്താ പറയുക, മുട്ടയ്ക്ക് പകരം ഈ ഒരു ടൈമിലാണ് കേട്ടോ തേങ്ങ ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പം മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട ഇതുപോലെ എടുക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് ഇതാ മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കൂലേ, അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുത്താലാണ് ഇതുപോലെ നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് കിട്ടുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട ഒരു വിട്ട് വരുന്ന രീതിയിലാണ് ഉണ്ടാവുക. ആ ഒരു ടൈമിൽ നമ്മുടെ പഴം വെന്ത് വന്നിട്ടുണ്ട്. പഴം വെന്തിനോന്ന് അറിയാൻ വേണ്ടിക്ക് ചെറുതായിട്ട് തൊലി പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ തൊലി പൊട്ടി വന്നേരം ഞാനിതാ ചൂടോടെ തന്നെ എഗ് ബീറ്റർ ഉണ്ടാവില്ലേ, ബീറ്ററിൽ ഇട്ടിട്ടൊന്ന് എന്താ പറയുക, നമ്മൾ ചപ്പാത്തിയെല്ലാം കുഴക്കൂലേ, ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കലാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ എഗ് ബീറ്റർ, ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലുണ്ടാവില്ലേ, അമ്മിക്കല്ല് എല്ലാത്തിലും ചെയ്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഉടച്ചെടുക്കുക കേട്ടോ. പക്ഷേ ഈ ബീറ്ററിൽ ചെയ്തെടുക്കുമ്പോഴേ നല്ലോണം ഉടഞ്ഞിട്ട് പേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ പത്തിരിയെല്ലാം പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതാ ഞാൻ ചൂടോടെ തന്നെ അരച്ചെടുക്കലാണ്. ചൂടോടെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കലാണ്, ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതാ എല്ലാം അരച്ചെടുത്ത ആ ഒരു പഴയിലെ ഞാനിതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ എന്താ പറയുക ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് ഉടച്ചാലും മതി. പക്ഷേ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാനും കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതാ ഇനിയിപ്പം ഞാൻ ഓരോരോ ബോളാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഞാനിത് ഒരു ബോൾസാക്കി എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കലാണ്. കയ്യിൽ കുറച്ച് ഓയിൽ പരത്തി കൊടുക്കണം കേട്ടോ. ഓയിലോ വെള്ളമോ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് ആ ഫില്ലിങ്ങില്ലേ, മുട്ട വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിങ്ങും റെഡിയാക്കുക. പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ്. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ചെയ്തെടുക്കുക. പക്ഷേ സാധാരണ നമ്മുടെ നാട്ടിൽ കായയുടെ ഉണ്ടാവൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തിലും ആ ഒരു ക്രാക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം നല്ലോണം കൈവച്ചിട്ട് കുറച്ച് ഓയിലെല്ലാം ആക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഭംഗിയോടെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ നാട്ടിൽ കായട ഉണ്ടാവുക. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കില്ലേ സിപ്പ് ലോക്ക് കവറിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോക്സിലോ ആക്കിയിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക. പക്ഷേ മുട്ട വെച്ചുകൊണ്ട് തന്നെ അധികം ആൾക്കാർക്കും ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ ഇത് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ തേങ്ങ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം കേട്ടോ. പക്ഷെ നമ്മൾ ഈ കണ്ണൂർ ഈ ഭാഗത്തല്ലേ മുട്ട വെച്ചിട്ടുള്ളതും ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കും കേട്ടോ. റമദാൻ്റെ ടൈമിലും സൂക്ഷിക്കലുണ്ട്. പക്ഷേ മുട്ട അധികം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അധികം അതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിക്ക് വീണ്ടും ഇതുപോലെ ചെയ്തെടുക്കലാണ്. അപ്പം മുഴുവനായിട്ട് ഇതുപോലെ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിന് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഫ്രീസറിന് പുറത്തെടുത്തിട്ട് ഒരു 5 മിനിറ്റിനെല്ലാം ശേഷം ഇതൊന്ന് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കലാണ്. കുറച്ചധികം ഓയിലില്ലേ, ഓയിൽ നല്ലോണം ചൂടായിട്ട് വന്നാൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗം ഒരുപോലെ കളർ ചേഞ്ച് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നല്ല ടേസ്റ്റാണ്. നമ്മളെ കണ്ണൂർ ട്രഡീഷണൽ സ്നാക്ക് എന്ന് തന്നെ പറയാൻ പറ്റും. പഴയ കാലത്തല്ല, ഇപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെടുന്ന സ്നാക്ക് തന്നെയാണ്. എന്നാലും പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ വ്ളോഗിലെല്ലാം പറഞ്ഞ പോലെ എൻ്റെ ഉപ്പാൻ്റെ എല്ലാം ടൈം എൻ്റെ ഉപ്പെല്ലാം പുതിയ ആപ്പിളായിട്ട് ഉണ്ടാകുന്ന ടൈമെല്ലാം ഭയങ്കര സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം വന്നിട്ട് ഇത്. അതുപോലെ തന്നെ പുതിയ ആപ്പിളിൻ്റെ വീട്ടിലെല്ലാം കൊണ്ടുപോകുന്ന ബോക്സിലെല്ലാം ആക്കിയിട്ട് അങ്ങനെ കുറേ സ്നാക്സ് കൊണ്ടുപോകും. അതിൽ ഒന്നാണിത്. അടിപൊളി ടേസ്റ്റാണ്. 2 പഴം എടുത്തിട്ടുണ്ട് അടുത്ത സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക്. നമ്മൾ കായ്പോള റെഡിയാക്കി എടുക്കലാണ്. കായ്പോള പല രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഞാനിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത്. 2 നല്ലോണം പഴുത്തതല്ല, ഒരു മീഡിയം സൈസിൽ പഴുത്ത പഴം, ഉടയാത്ത പഴം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി കൊടുക്കലാണ്.
ഇനിയിപ്പം ഞാൻ 2 പഴത്തിന് 5 മുട്ടയാണ് എടുക്കുന്നത്. 5, 3, 4 മുട്ടയാലും കുഴപ്പമൊന്നുമില്ല. ഒരു പഴം വെച്ചിട്ടും ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ. മധുരയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇനിയിപ്പോൾ ഇതാ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 2, 3 ഏലക്ക പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഏലക്കയും കൂടി ഞാൻ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കലാണ്. ഇനി ഇതിലേക്ക് 2, 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റി ആയിരിക്കും കേട്ടോ. പാൽപ്പൊടിയും കൂടി ചേർക്കുമ്പം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. നല്ലോണം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പം ഒരു പാത്രം ചൂടാക്കി എടുക്കുക. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈം എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിന്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ചൂടായ ഗീയിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കട്ടാക്കി വെച്ച പഴയില ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ പഴം വാട്ടിയതെല്ലാം ചെയ്യൂലേ അതുപോലെ നല്ലോണം കളറ് ചേഞ്ച് ആയിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പം ചെറുതായിട്ട് ഒന്ന് കളറ് മാറുന്ന ടൈമിൽ തീ ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വീഡിയോ ഓഫായിന്ന് തോന്നും. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഞാനിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ആ ഭാഗം കട്ടായിട്ടുണ്ട്. ആ മുട്ടയും പഴവിലെ മിക്സ് ആക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മുട്ട മിക്സ് ആക്കിയതും പഴവും. എന്നിട്ടിതാ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കുക്കാക്കുമ്പം തന്നെ ചെറുതായിട്ട് കുക്കായിട്ട് വരും. എന്നിട്ട് ഇതിലേക്ക് ഇതാ ചെറുതായിട്ട് കുക്കായിട്ട് വരുന്ന ടൈമിൽ കാഷ്യൂനട്ടും കിസ്മിസും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കുക്കാക്കി എടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിനടിയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ കേക്കെല്ലാം ചെയ്യുന്ന പോലെ അടിപൊളി ടേസ്റ്റാണ്. പക്ഷെ ഇതിൽ എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് ആ മുട്ടയും പഴവും തമ്മിൽ മിക്സ് ആക്കുന്ന വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിന്. സോറി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. ട്രൈ ആക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതും നമ്മൾ കണ്ണൂരുകാർ പുതിയാപ്പിളമാർക്ക് വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സ്നാക്കാണ്. ഇത് ഇങ്ങനെ ഞാൻ പറയട്ടില്ലേ കല്ലുമ്മക്കായി കൊണ്ടുപോകുന്ന അങ്ങനെ പുതിയാപ്പിളമാരെ വീട്ടിലേക്കും കൊണ്ടുപോകുന്ന ഐറ്റം തന്നെയാണ്. ഇപ്പെല്ലാം കുറേ മാറി കേട്ടോ. ഇപ്പെല്ലാം കുറേ അടിപൊളി ഐറ്റംസ് വന്ന്. ഇതും അടിപൊളി അല്ല എന്നല്ല പറയുന്നത്. ഇത് നമ്മൾ ട്രഡീഷണലായിട്ട് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഐറ്റംസാണ്. ഇനിയിപ്പോൾ ഉണ്ടാക്കുന്നത് നമ്മുടെ ഇറച്ചിയടയാണ്. ഇറച്ചിപ്പത്തിരി എന്നെല്ലാം പറയും. അതിനായിട്ട് ഇതാ ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിലാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പം ഇത് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് വെള്ളമൊന്ന് ഞാനിപ്പം പച്ചവെള്ളമൊന്ന് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ ഓയിൽ വെച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. എന്നാലും ഇറച്ചിയുടെ എങ്ങനെയാണ് ഉണ്ടാക്കലെന്നും ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാനും എന്നോട് കമൻറ്റിൽ ചോദിച്ചുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇതൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 5 ഉള്ളി ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ്. ചെറുതായിട്ടല്ല, ഒരു മീഡിയം സൈസിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കലാണ് കേട്ടോ. നല്ലോണം നേരിയ രീതിയിൽ കട്ടാക്കി എടുക്കുക. ഈ ഉള്ളിയിൽ നല്ലോണം വഴഞ്ഞ് വരണ്ട കേട്ടോ. കുറച്ചൊന്ന് കുക്കായിട്ട് വരുമ്പം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. പേസ്റ്റ് ആക്കണ്ട, ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ഒരു 5 or 6 ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ബൾബ് വെളുത്തുള്ളിയും 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയുമാണ് ചേർത്ത് കൊടുത്തത്. അതിനിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ തന്നെ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ തന്നെ ക്രഷ് ചെയ്ത കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഈ ഉള്ളി നല്ലോണം പേസ്റ്റായിട്ട് വരണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ക്രഷാക്കിയെടുത്ത മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്ത ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പം ഗരം മസാല പൗഡറും ഉപ്പും കുറച്ച് സോയ സോസും ചേർത്തിട്ട് ഫ്രൈ ആക്കിയെടുത്ത ചിക്കനാണ് കേട്ടോ. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലും കറിവേപ്പിലയും 1 മുറി ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചിയടൻ്റെ ഫില്ലിങ് റെഡിയാവും. ഇതെല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. പിന്നെ ഇല്ലേ ചിക്കന് വേവിച്ചിട്ട് ഇടുന്നതിലും ചിക്കന് ഫ്രൈ ആക്കിയിട്ട് ഇടുമ്പോൾ എന്നിട്ട് ടേസ്റ്റ് മുളക് പൊടി ചേർക്കേണ്ട, അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബീഫിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുഴച്ചെടുത്ത ആ ഒരു മാവില്ലേ അത് പരത്തിയെടുക്കലാണ്. ഞാനിപ്പം ചപ്പാത്തിൻ്റെ വലിപ്പത്തിൽ നേരിയതായിട്ട് ചപ്പാത്തിയിലും നല്ലോണം തിന്നായിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സോ എല്ലാന്നുണ്ടെങ്കിൽ എന്തിൻ്റെങ്കിലും അടുപ്പുണ്ടാവില്ലേ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലോണം പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഈ ഒരു മാവിൽ ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടോ.
ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങില്ലേ അത് ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് ചപ്പാത്തിൻ്റെ വലുപ്പത്തിൽ തന്നെ പരത്തിയ വേറൊരു മാവ് വെച്ചിട്ട് അത് എന്താ പറയുക ക്ലോസ് ചെയ്ത് കൊടുക്കലാണ്, അടിച്ചു കൊടുക്കലാണ്. എന്നിട്ടിതാ ഈ ഒരു സ്റ്റീൽ ഗ്ലാസ് വെച്ചിട്ട് ഞാനിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പ്രസ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമുക്ക് നല്ല ഷേപ്പിൽ തന്നെ ഇറച്ചിപ്പത്തിരി എല്ലാം പറയും, നമ്മൾ ഇറച്ചിയടാന്നാന്ന് പറയൽ കിട്ടും കേട്ടോ. ഇനിയിപ്പം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക സൈഡ് ഭാഗമെല്ലാം. ഇത് നമുക്ക് ഇതേപോലെ തന്നെ കത്തി വെച്ചിട്ട് 4ആയിട്ട് കട്ട് ചെയ്തിട്ടെല്ലാം ചെയ്തെടുക്കുക. പല ഷേപ്പിലും നമ്മളെ നാട്ടിൽ ഇത് ചെയ്തെടുക്കും കേട്ടോ. ഇത് കണ്ണൂർ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, എല്ലായിടത്തും ഉള്ളതാണ്. എന്നാലും നമ്മൾ കണ്ണൂരുകാർ അധികം നോമ്പിനും എന്താ പറയുക പണ്ടാലങ്ങളിലെല്ലാം വിരുന്നുകാർ വന്നതിനാലെല്ലാം ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാമെന്ന് കാണിക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാന് ചൂടായിട്ട് വന്നേരം ഈ ഇറച്ചിയടിയില്ലേ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കലാണ്. ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. പിന്നില്ലേ ഈ ഒരു ഇറച്ചിപ്പത്തിരി നമ്മൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുമ്പം പരസ്പരം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചൂടാക്കിയിട്ട് വെക്കുന്നത്. ഇനിയിപ്പം ഇത് നമ്മൾ ഫ്രൈ ആക്കും മുമ്പേ ഫ്രീസറിൽ നിന്ന് ഒരു 5 മിനിറ്റ് മുമ്പേ പുറത്ത് വെക്കണം കേട്ടോ, എന്നാലാണ് ഐസ് പോവാം. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ആക്കിയെടുക്കുക. ഇതില്ലേ ഞാൻ എൻ്റെ ഒരു വ്ളോഗിൽ കാണിച്ചിട്ട് ഒരു വീഡിയോൻ്റെ ഭാഗം വന്നിട്ടാ. ഇത് എവിടെ നിന്നാണ് എന്താ പറയുക ഈ ഒരു അച്ഛൻ എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിന്. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടാകുന്നതാണ് കേട്ടോ. ഇതുപോലത്തെ പല ഷേപ്പിൽ കിട്ടും. അതില്ലാത്തവർ സ്റ്റീൽ ഗ്ലാസ്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അടപ്പുണ്ടാവില്ലേ അത് വെച്ചിട്ട് ചെയ്തെടുത്തോ. ഇതാകുമ്പം കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് മാറും. ഇനിയിപ്പോൾ ഞാൻ അടുത്ത സ്നാക്ക് കാണിക്കാം. സെയിം നമ്മൾ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വഴറ്റിയില്ലേ അതുപോലെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ഫ്രൈ ആക്കി വെച്ച ചിക്കന് പൊടിച്ചതും മല്ലിയിലയും 2 വിസിൽ വരെ വേവിച്ച 2 ഉരുളക്കിഴങ്ങും കൂടി ഞാൻ ചേർത്ത് കൊടുക്കലാണ്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ 5 ഉള്ളി വഴറ്റിയിട്ടില്ലേ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് പേസ്റ്റും പിന്നെന്താ ഫ്രൈ ആക്കി വെച്ച ചിക്കനും പിന്നെന്താ ഉരുളക്കിഴങ്ങ് ഒരു 2 വിസിൽ വരെ വേവിച്ചതും മല്ലിയിലയും മിക്സ് ആക്കി എടുക്കലാണ്. എന്നിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ചെയ്തെടുക്കലാണ്. നമ്മൾ നേരത്തെ സെയിം ആ ഒരു ഇറച്ചിയടക്കം ഉണ്ടാക്കിയ മസാലയില്ലേ ഫില്ലിങ്ങില്ലേ അത് സെയിം തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാണ്ട് തന്നെ ഗരം മസാല പൗഡറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമൊന്ന് ചേർത്ത് കൊടുത്തത്. ഫ്രൈ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ചിക്കൻ അങ്ങനെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഉപ്പ് ഗരം മസാല പൗഡർ എല്ലാം ചേർത്തിട്ട് ഫ്രൈ ആക്കിയ ചിക്കൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ആക്കാണ്ട് വേവിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ കട്ട്ലറ്റിൻ്റെ ഷേപ്പ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാണ്ടെന്നേ. അപ്പോൾ ഇതുപോലെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ടില്ലേ നമ്മൾ കട്ട്ലറ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഹാർഡാവണമെന്നുണ്ടെങ്കിൽ 2 ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കോൺഫ്ലോറിൽ മുക്കിയിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട്ലറ്റിൽ ഇങ്ങനെ പൊട്ടിപ്പോകില്ല കേട്ടോ എണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുക്കുമ്പം. ഇതും എന്നോട് ഒരു കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിന് കട്ട്ലറ്റ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പം നല്ലോണം വെന്ത് ഉരുളക്കിഴങ്ങ് ചേർക്കാണ്ട് 2 വിസിൽ വരെ മാത്രം വേവിച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുക. പിന്നെ കൂടുതൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് അധികം ചിക്കനെല്ലാം ഇട്ടിട്ട് ചെയ്യുമ്പോൾ കേട്ടോ കട്ട്ലറ്റെല്ലാം ടേസ്റ്റ് ഉണ്ടാവുക. കട്ട്ലറ്റിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് കടലയില്ലേ അത് ചേർത്ത് കൊടുക്കുക, ക്യാരറ്റ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ബ്രെഡ് ക്രംസിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കലാണ്. പിന്നെ കട്ട്ലറ്റെല്ലാം ഈ ഒരു ഷേപ്പിൽ മാത്രമല്ല ഏത് ഷേപ്പിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനെല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ സിപ്ലോ കവറിലോ സൂക്ഷിക്കുക. ഫ്രീസറിൽ സൂക്ഷിക്കുക കേട്ടോ, ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ ഒരു 10-15 ദിവസം വരെ സൂക്ഷിക്കുക. 10 ദിവസം മാക്സിമം നല്ലൊരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം മതി കേട്ടോ. 10 ദിവസം വരെ ഇത് സൂക്ഷിക്കാം. റമദാൻ്റെ ടൈമെല്ലാം ഇതുപോലെ നമുക്ക് കുറേ ക്വാണ്ടിറ്റിയെല്ലാം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിരിക്കും കേട്ടോ. ഞാനിത് കഴിഞ്ഞ വർഷത്തെ റമദാൻ്റെ ടൈമിലും അതിന് മുമ്പുള്ള റമദാൻ്റെ ടൈമിലെല്ലാം ഇതുപോലെ ഒരുപാട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്ന സ്നാക്സിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. പിന്നെ കട്ട്ലറ്റിൻ്റെയും ഇറച്ചിയടേൻ്റെയും വീഡിയോ ഞാൻ ഒരു പാർട്ടി വ്ളോഗിൽ കാണിച്ചു തരാം. അതിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന്, അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ആക്കിയ. ഞാനിതാ ബോക്സിലാക്കി വെക്കലാണ്. ബോക്സിലാക്കി വെക്കുമ്പോഴേ പരസ്പരം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടല്ലേ സൂക്ഷിക്കുന്നത്. പൈസ പിടിക്കും സ്നാക്കിന്. അപ്പം പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം കട്ട്ലറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയറായിട്ട് നമുക്ക് ബട്ടർ പേപ്പറോ ഇല്ലെങ്കിൽ ക്ലിം റാപ്പോ
എല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പറല്ലേ അത് വെച്ചിട്ട് വീണ്ടും അതിന് മുകളിൽ കട്ട്ലറ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ബോക്സിലാക്കിയിട്ട് ഒരു 10 ദിവസം വരെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. പിന്നെ നമ്മളിത് ഫ്രൈ ആക്കാൻ മുമ്പിൽ ഫ്രീസറിൽ നിന്നും ഒരു 5 മിനിറ്റ് മുമ്പേ പുറത്തെടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട്, കട്ട്ലറ്റിന് ഇത്ര ഓയിൽ വേണ്ട. ഞാനിപ്പോൾ ഇതെല്ലാം ഫ്രൈ ആക്കുന്നില്ലേ, അതുകൊണ്ടാണ് എല്ലാ സ്നാക്സും ഫ്രൈ ആക്കണം എനിക്ക്, അതുകൊണ്ടാണ് ഇത്ര ഓയിൽ എടുത്തത് കേട്ടോ. പിന്നെ കോൺഫ്ലവറിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓയിലൊന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഫ്രൈ ആക്കലാണ്. പിന്നെ ഇതെൻ്റെ റമദാൻ പ്രിപ്പറേഷൻസോ ഞാൻ ഫ്രീസ് ചെയ്ത് വെക്കുന്നതൊന്നുമല്ല കേട്ടോ. കാര്യം റമദാനെല്ലാവാൻ ഇന്നും കുറേ ദിവസങ്ങളുണ്ട് അത്രേ. പിന്നെന്താ, നമ്മൾ റമദാന് മുമ്പേ ഒരു ദിവസം മുമ്പേ എല്ലാം ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 10 ദിവസം വരെ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും. അത്ര തന്നെയാണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ. നമ്മളത് കുക്കിംഗ് വ്ളോഗല്ലേ, എന്താ പറയുക, ഞാൻ ചെയ്തത് കുക്കിംഗ് അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ഹെൽപ്പായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പിന്നെ കട്ട്ലറ്റും ഇറച്ചിയടെല്ലാം എല്ലാവരും ചോദിക്കുന്നുമുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തതാണ്. ഇതുണ്ടില്ലേ, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ ഇതാ 2 ഭാഗം കുക്കായിട്ട് വന്നതിനാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുണ്ടില്ലേ, നമ്മൾ ഇത്ര അധികം എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ടും കട്ട്ലറ്റ് പൊട്ടിയിട്ടില്ല, ഒരു ഭാഗം പോലും പൊട്ടിയിട്ടില്ല. കാര്യം നമ്മളിത് കോൺഫ്ലോറിലിട്ടിട്ട് ഡിപ്പ് ചെയ്തിട്ടാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തത്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല ഹാർഡായിട്ട് തന്നെ ഉണ്ടാവും. സാധാരണ നമ്മൾ ഇത്ര ഓയിൽ കട്ട്ലറ്റ് ഫ്രൈ ആക്കി എടുക്കൂല. ഇതെൻ്റെ കയ്യിൽ ഓയിൽ ഉണ്ടായതുകൊണ്ട് രണ്ടാമതും കൂടി ഫ്രൈ ആക്കിയിട്ട് അങ്ങ് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇത് എന്താ പറയുക, എല്ലാ ഐറ്റംസ് വെച്ചിട്ടും, ബീഫ് വെച്ചിട്ടും, ചിക്കൻ വെച്ചിട്ടും, ചെമ്മീൻ വെച്ചിട്ടും, ഫിഷ് വെച്ചിട്ടും എല്ലാം ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് കട്ട്ലറ്റ് ഏത് വെച്ചിട്ടും. ഇനിയിപ്പം അടുത്ത സ്നാക്ക് നമ്മുടെ കണ്ണൂർ സ്പെഷ്യൽ പാൽപ്പത്തിരിയാണ്. കാലങ്ങളായിട്ട് കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാൽപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം തന്നെ വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ ഇതാ 2 മുട്ട പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. ഇതിപ്പം 280 ml കപ്പിൽ 2 കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതാ 2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം കേട്ടോ ചേർത്ത് കൊടുത്തേ. 2.25 കപ്പോളം വെള്ളം വേണം. ഒരു 3 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തോ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം, ഈ ഒരു ലൂസിൽ വേണം കേട്ടോ ഉണ്ടാകാൻ വേണ്ടിക്ക്. നല്ലോണം കട്ടിയായിട്ടും വേണ്ട, എന്നാൽ നല്ല ലൂസായിട്ടും വേണ്ട. നമ്മൾ നീർദോശയെല്ലാം ചെയ്യൂലേ, ആ ഒരു ലൂസിൽ വേണം ഈ ഒരു മാവ് ഉണ്ടാകാൻ വേണ്ടിക്ക്. ഇനിയിപ്പോൾ ഇതാ ഞാൻ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോരോ തവി ഒഴിച്ചിട്ട് ഇങ്ങനെ ദോശയായിട്ട് എന്താ പറയുക ചുട്ടെടുക്കുക കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡൈനാമൈറ്റ് ചിക്കൻ്റെ റെസിപ്പി ചെയ്തിട്ടില്ലേ, അതിലൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് സൗണ്ടിന് എന്താ പറ്റിയെന്ന്. എനിക്ക് നല്ല പനിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്, അതാണ് കേട്ടോ ആ സൗണ്ട് മാറിയേ. ഇനിയിപ്പോൾ ഇതാ ഞാൻ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കലാണ്. ഈ ഒരു മാവിൻ്റെ അളവ് വെച്ചിട്ട് ഒരു 14 ദോശ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട്. അതേ പാനിൽ തന്നെ ഞാനിതാ 2 ടേബിൾ സ്പൂൺ ഗീ, പശുവിൻ നെയ്യില്ലേ, അത് ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കലാണ്. ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇതാ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും 1.5 കപ്പ് പഞ്ചസാര വേണം കേട്ടോ. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 3-4 ഏലക്ക, പിന്നെ ഇതാ 2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കലാണ്. എന്നിട്ട് ഇതാ ഒരു ബൗളിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കഷ്യൂനട്ടും കിസ്മിസും വറുത്തെടുത്ത ആ ഒരു ബാക്കി ഗീയില്ലേ, അത് ഇതിലേക്കും ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനിയിപ്പം വേറൊന്നുമില്ല, നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കലാണ്. ഞാനിപ്പം ഒരു കേക്ക് ടീൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സോസ് പാനോ കേക്ക് ചുടുന്ന ഏത് ഐറ്റംസ് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ കേക്ക് ടീനിലേക്ക് കുറച്ച് ബട്ടർ പേപ്പറും കുറച്ച് ഗീയും സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചുട്ടുവെച്ച ദോശയിലെ ഒരു ദോശ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പാലിൻ്റെയും മുട്ടൻ്റെയും മിക്സിലെ ഇതിന് മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ദോശ വെച്ച് കൊടുക്കുക. വീണ്ടും ആ ഒരു പാലിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. റിപ്പീറ്റ് ആയിട്ട് അതന്നെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നിൽ ഇത് പല ടൈപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് തന്നെ ഒരുപാട് ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ചെയ്തെടുക്കുന്നതുണ്ട്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയിലെല്ലാം ഞാൻ ആ ഒരു റെസിപ്പിയെല്ലാം ഷെയർ ആക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതന്നെ പല രീതിയിൽ ചെയ്തെടുത്തതിനാൽ
ഇനിയിപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് 14 ദോശ ഞാൻ ടോട്ടലി ചുട്ടെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ ആദ്യം ദോശ വെച്ച് കൊടുക്കും, പിന്നെ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കും, അങ്ങനെ ഫുള്ളായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അവസാനത്തെ ദോശയും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനും അടിപൊളിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതാ ലാസ്റ്റായിട്ട് ആ ഒരു കാഷ്യൂനട്ടും കിസ്മിസും ഇല്ലേ ഇതിലേക്ക് വെച്ച് കൊടുക്കലാണ്. ബദാം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. പിന്നില്ലേ ഇതിലേക്ക് അവസാനമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാഫ്രോണില്ലേ കുങ്കുമം, അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പാലിൻ്റെ മിക്സിൽ അത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ചെയ്തെടുക്കാത്തത്. ഞാനിതാ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു മുട്ടൻ്റെ മിക്സും കൂടി അവസാനമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനാട്ടാ. ഇനിയിപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ വലിയ പോട്ട് എടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും സ്റ്റീൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ടിന്ന് ഇതിലേക്ക് ഇറക്കി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ ഒരു പോട്ടിൽ നമ്മൾ ഇത് കുക്കാക്കും മുമ്പേ ഒരു 10 മിനിറ്റ് ചൂടാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ഈ ഒരു ടിന്ന് ഇറക്കി വെക്കാൻ വേണ്ടിക്ക്. എന്നിട്ട് ഇതാ 1 മണിക്കൂർ കറക്റ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും കേട്ടോ. ഓവണിലാണെങ്കിൽ ഇതിലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഓവൺ ഇല്ലാത്തവർ എന്താ ചെയ്യുക ഇത്താന്ന് ചോദിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ റെഡിയാക്കിയിട്ട് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനൊരു കത്തി വെച്ചിട്ട് അത് സൈഡെല്ലാം വെടിപ്പിച്ചെടുക്കലാണ്. എന്നിട്ടിതാ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടർ പേപ്പറെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യില്ല, പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ മൊത്തത്തിൽ എന്താ പറയുക ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടിതാ ഇത് കട്ടാക്കി എടുക്കലാണ്. നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചറിൽ അടിപൊളിയാണ് കേട്ടോ. കാലങ്ങളായിട്ട് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഒന്ന് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം. ഒരുപാട് പേർക്ക് അറിയുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാ അസ്സലാമു അലൈക്കും, ബൈ. എന്നിട്ട് റെഡിയാക്കുന്ന പഴവും മുട്ടയും വെച്ചിട്ട് പഴം ഞാനിതാ തൊലിയെല്ലാം കളഞ്ഞിട്ട് 3 ഭാഗങ്ങളാക്കിയിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പഴത്തിൻ്റെ നടുവിലായിട്ട് കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ, ഹോളാക്കി കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാ പഴവും ഞാൻ ഇതുപോലെ ചെയ്തെടുക്കലാണ്. ഇനിയിപ്പം ഞാനിതാ മുട്ട പൊട്ടിച്ചൊഴിക്കലാണ് ഒരു ബൗളിലേക്ക്. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2-3 ഏലക്ക പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുട്ട നല്ലോണം ബീറ്റാക്കി എടുക്കണം കേട്ടോ. നമ്മൾ ഉന്നക്കായെല്ലാം റെഡിയാക്കൂലേ അതുപോലെ തന്നെയാണ്. ഇനിയിപ്പം നമ്മൾ റെഡിയാക്കി വെച്ച പഴയില്ലേ എണ്ണയിലിട്ടിട്ട് കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ കുറച്ചധികം ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്, എന്താ പറയുക ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഗീ ആണെങ്കിൽ ഗീയിലും ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഓയിൽ ചെയ്യുമ്പം പഴം മൊത്തത്തിൽ ഇതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടും. പിന്നെ ഈ ഒരു കളറായിട്ട് വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒരു ടിഷ്യൂ പേപ്പറിലാമറ്റും വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടിതാ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീറ്റാക്കി വെച്ച മുട്ടയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. നമ്മൾ ഉന്നക്കായെല്ലാം ചെയ്യൂലേ, നമ്മൾ കണ്ണൂർ ഭാഗത്ത് മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഉന്നക്കായ ചെയ്യൽ. അതുപോലെ നല്ലോണം മിക്സ് ആക്കിയെടുക്കുക. ഈ ഒരു പരുവമായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ കത്തി വെച്ചിട്ട് വരയിട്ട് കൊടുത്തിട്ടില്ലേ പഴത്തിൻ്റെ നടുവിലായിട്ട്, അത് ഒന്ന് ഓപ്പൺ ആക്കുക. അതിലേക്ക് ഈ ഒരു ഫില്ലിങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച കാഷ്യൂനട്ടില്ലേ അതിന് മുകളിലായിട്ട് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് ഒരു കാഷ്യൂനട്ട് അങ്ങനെ വെച്ചിട്ട് സെറ്റ് ചെയ്ത് ഒരു സിമ്പിൾ എന്താ പറയുക കുംസിൻ്റെ റെസിപ്പി കാണിക്കാം. ഇതിലെ കുറച്ച് വലിയ പാത്രത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പം കുറച്ച് വീതി കുറഞ്ഞ പാത്രത്തിൽ ഉണ്ടാക്കുക കേട്ടോ. 150 ml കപ്പിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിലും കുറച്ച് കുറവ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ഇതിപ്പം 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടാവില്ലേ ഇതെല്ലാം നല്ലോണം അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു അരിപ്പ വെച്ചിട്ട് നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം 1 സ്പൂണും കൂടി വെച്ചിട്ട് ഞാൻ നല്ലോണം ഇത് മിക്സ് ആക്കി എടുക്കലാണ്. എന്നിട്ടിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇതാ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും എഗ് യോക്കും എഗ് വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എഗ് വൈറ്റ് ഈ ഒരു ബീറ്റ് ചെയ്യുന്ന വലിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയൊരു പാത്രത്തിലേക്ക് എഗ് യോക്കില്ലേ മുട്ടൻ്റെ മഞ്ഞയില്ലേ അത് മാറ്റി വെച്ച് കൊടുക്കലാണ്. അതുപോലെ തന്നെ ഈ 3 മുട്ടയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ.
ഇനിയിപ്പം ഈ ഒരു എഗ് യോക്കിലേക്ക് മുട്ടൻ്റെ മഞ്ഞയിലേക്ക് ഞാനിതാ 1 ടീസ്പൂണ് വനില എസൻസില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എഗ് വൈറ്റിലേക്ക് മുട്ടൻ്റെ വെള്ളം ഉണ്ടാവില്ലേ അതിലേക്ക് ഞാനിതാ 1/4 കപ്പ് പഞ്ചസാര 250 ml കപ്പിൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കലാണ്. എന്നിട്ട് ബീറ്റർ വെച്ചിട്ട് നല്ലോണം ബീറ്റാക്കി എടുക്കുക. മുട്ട നല്ലോണം പതഞ്ഞ് എന്താ പറയുക നല്ല സ്റ്റിഫായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ബീറ്റാക്കി എടുക്കുക. മുട്ട ബീറ്റാകുന്ന ടൈമിൽ നമുക്ക് കുറച്ച് പാലും ഓയിലും കൂടി മിക്സാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 1/4 കപ്പ് പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. എന്നിട്ട് 1/4 കപ്പ് തന്നെ ഓയിലില്ലേ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ സൺഫ്ലവർ ഓയിലോ ഗോൾഡ് വിനറോ ഏതായാലും കുഴപ്പമൊന്നുമില്ല. 1/4 കപ്പ് ഓയിലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ്. ഇനിയിപ്പം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതിൽ നിന്നും 1 ടേബിൾ സ്പൂണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക. മിക്സാക്കി എടുത്തിട്ട് ഇതും മാറ്റി വെക്കണം കേട്ടോ. പിന്നെ കേക്കെല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ആ ഒരു ടൈമിൽ നമ്മുടെ മുട്ട നല്ലോണം ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. മുട്ടയും പഞ്ചസാരയും നല്ലോണം ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് മുട്ടൻ്റെ മഞ്ഞയില്ലേ ചേർത്ത് കൊടുക്കാം. മുട്ടൻ്റെ മഞ്ഞയിലേക്ക് നമ്മൾ കുറച്ച് വനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ മുട്ട നല്ലോണം ബീറ്റായിട്ട് വന്നേരം നമ്മൾ എഗ് യോക്കും കൂടി അതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നല്ലോണം ബീറ്റാക്കി എടുക്കലാണ്. അപ്പോൾ ഇതാ മൊത്തത്തിൽ മുട്ട നല്ലോണം ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും എല്ലാം മിക്സാക്കി എടുക്കണം. നമ്മൾ ഓയിലും പാലെല്ലാം മിക്സാക്കി എടുത്തിട്ടില്ലേ അതും ഈ ഒരു മൈദയെല്ലാം ഒന്ന് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നല്ല പതിയെ ഫോൾഡ് ചെയ്തെടുക്കണം. ഞാനിപ്പം വീഡിയോ സ്പീഡ് കൂട്ടിയോണ്ടാണ് നിങ്ങൾക്ക് സ്പീഡായിട്ട് തോന്നുന്നത്. ഞാനിത് പതിയെ ചെയ്തെടുത്തതാണ്. ആദ്യം കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കുക. എന്നിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻ്റായ എന്താ പറയുക ഓയിലും ആ ഒരു മിൽക്കലില്ലേ അത് മിക്സ് ആക്കി എടുക്കുക. ഇതുപോലെ പതിയെ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്തെടുക്കലാണ്. ആ ഒരു ടൈമിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നില്ലേ അതിലേക്ക് കുറച്ച് ഓയിലും ബട്ടർ പേപ്പറെല്ലാം വെച്ചിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇതാ അവസാനത്തെ ആ ഒരു മൈദയും മിക്സും എന്താ പറയുക മൈദൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കേക്കിൻ്റെ ടിന്ന് 8 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു ബട്ടർ പേപ്പറും കുറച്ച് എന്താ പറയുക ഗീയും കൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കലാണ്. എന്താ പറയുക നമ്മൾ മിക്സാക്കി വെച്ച ഈ ഒരു ബാറ്ററിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കലാണ്. പിന്നെ ഈ ഒരു കേക്ക് നമുക്കില്ലേ അത്ര ഹൈറ്റൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ 8 ഇഞ്ചിൻ്റെ എന്താ പറയുക ടിൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് ഞാൻ കേക്ക് വെച്ച് കൊടുക്കലാണ്. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിക്ക് വെച്ച് കൊടുക്കലാണ്. 160 ഡിഗ്രിയിൽ 30 മിനിറ്റ് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ ഓവണൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഇതുപോലെ നമുക്കിത് ഒരു നോൺ സ്റ്റിക്ക് പാനിനുള്ളിൽ നമ്മുടെ കേക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറൊരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് വീതിയുള്ള പാത്രത്തിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് കുറച്ച് എന്താ പറയുക വീതി കുറഞ്ഞ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പൊങ്ങി കിട്ടും കേട്ടോ. ഇതിപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ആലിയ ഭട്ടിൻ്റെ കേക്കില്ലേ അത് മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാൻ ചെയ്തൊരു വീഡിയോ ആണ്. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതും നമ്മൾ എന്താ പറയുക പുതിയാപ്പിളമാർക്ക് വൈകുന്നേരം ചായക്കടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിലും പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക കുറച്ച് സൈസ് കുറഞ്ഞ പാത്രത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു കടൽ മസാല റെഡിയാക്കാൻ വേണ്ടിക്ക് ഞാനിതാ വെള്ളക്കടലിൽ 2 മണിക്കൂർ കുതിർത്തിട്ട് ഒരു 5 വിസിൽ അല്ലാന്നുണ്ടെങ്കിൽ 6 വിസിൽ വരെ വേവിച്ചെടുത്തതാണ്. ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ തന്നെ മുളക് പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ തന്നെ ചാട്ട് മസാല പൗഡറില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പം നമ്മൾ കടല വേവിച്ച വെള്ളയില്ലേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ചാട്ട് മസാല ചേർത്താലില്ലേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക. ചെറിയ റേറ്റിലും കേട്ടോ, സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ ടീസ്പൂണ് ചെറിയ ജീരകയില്ലേ ക്യൂമിൻ സീഡ് അത് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ്.
അതിൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മുളക് മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മുളകിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനിയിപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലിലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുക. പിന്നിലെ ഈ ഒരു മസാലയിലേക്ക് കിടന്നിട്ട് ഈ ഒരു കടല നല്ലോണം എന്താ പറയുക കടലയിൽ മസാല പിടിക്കണം, അതുവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക. ഈ വെള്ളം നല്ലോണം വറ്റി വരുന്നത് വരെ. അപ്പോൾ ഇതാ മൊത്തത്തിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഉള്ളി, 2 തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് പച്ചമുളക്, കക്കിരി, പിന്നെ കോണ് കുറച്ച് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഞാൻ ഫ്രോസൺ കോണ് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക. കോണെല്ലാം ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിനാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കലാണ്. പിന്നെ ഇതിൻ്റെ തന്നെ കറുപ്പ് കടല വെച്ചിട്ടുള്ള ഒരു കടല മസാല റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ 2 ഉരുളക്കിഴങ്ങിൽ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഉണ്ടെങ്കിൽ മാത്രം അനാറ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും അനാറ് ചേർത്ത് കൊടുത്തതിനാൽ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം ചാട്ട് മസാല ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിക്ക് വേണ്ടിക്ക് ഞാൻ ചെറുനാരങ്ങയാണ് കേട്ടോ പിഴിഞ്ഞ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിലേ നമ്മൾ കടല കുക്കാക്കൂലേ ആ ഒരു ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചെറുനാരങ്ങയാണ് പിഴിഞ്ഞ് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കി എടുക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇതിലില്ലേ നമ്മളെ കണ്ണൂർ ഭാഗത്ത് എന്താ പറയുക, ഇതിൽ ആദ്യമൊന്നും ഞാൻ പറഞ്ഞ പോലെ പണ്ടത്തെ പുതിയാപ്പിളമാർക്ക് കൊടുക്കുന്ന ടൈമിൽ ഇതിൽ ഉരുളക്കിഴങ്ങും അനാറും ഒന്നും ചേർക്കലില്ല. ജസ്റ്റ് നമ്മൾ ആദ്യം വഴറ്റിയ ഐറ്റംസ് ഉണ്ടാവില്ലേ അത് മാത്രം വഴറ്റിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കലാണ്. ഇപ്പം എല്ലാം കുറച്ചുകൂടി മാറി ഇതിൽ എല്ലാ ഐറ്റംസും ചേർക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വൈകുന്നേരമെല്ലാം ചായക്കടിക്കൊന്നും ഇല്ലയെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റമാണ് കടലെല്ലാം വേവിച്ചതുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ.